ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമായിരിക്കുന്ന ആ വിഷയം ക്രിസ്തീയ ജീവിതശൈലി അഥവാ ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ. അതിനെ ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് നമുക്ക് ഏവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. കൂടാതെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ധാരാളം ചിന്തകൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും. പ്രധാനമായും ഇത് സെർമൺ ഓൺ ദ മൗണ്ട്, പർവ്വത പ്രസംഗം എന്ന തലക്കെട്ടോടുകൂടി നാം ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന വേദഭാഗമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ന്യായമായും നമ്മിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ചിന്ത, ആത്മാവിൽ ദരിദ്രരായവർ എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? എന്നാൽ ഏത് കാര്യത്തിലും ഒരു ദാരിദ്ര്യത്തിൻ്റെ അനുഭവമില്ലാതെ ആഗ്രഹിക്കുന്നതിനെ സ്വായത്തമാക്കുവാൻ എങ്ങനെ പ്രയത്നിക്കും? ദാരിദ്ര്യം ഉള്ളിടത്തെ വാഞ്ചയുള്ളൂ, ദാരിദ്ര്യം ഉള്ളിടത്തെ പ്രയത്നമുള്ളൂ, പ്രത്യാശയുള്ളൂ. അതുപോലെ തന്നെ ദാരിദ്ര്യമുള്ളവനെ അവൻ ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ അതിയായ സന്തോഷമുണ്ടാകുകയുള്ളൂ, ആർത്തി ഉണ്ടാകുകയുള്ളൂ. കൂടാതെ അവർ അല്പം കിട്ടിയതുകൊണ്ട് മടിച്ചിരിക്കാതെ കൂടുതൽ കൂടുതൽ പ്രാപിക്കുവാൻ വേണ്ടി അനുസൂതം പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരുവൻ പ്രയത്നത്തിലായി കഴിഞ്ഞാൽ അത് അവൻ അറിയാതെ തന്നെ അവൻ്റെ ജീവിത ശൈലിയായി തീരും. ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ക്രിസ്തുവേശയിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. തന്നെത്താൻ താഴ്ത്തുന്നവനെ ഏറ്റവും ഉയർത്തുന്നവനായ ദൈവം. പഴയ നിയമത്തിൽ നാം യോസഫിനെ കാണുന്നു. എന്ത് ഉദാത്തമായ ജീവിതശൈലി, എന്ത് അനുകരണീയമായ ജീവിതശൈലി. കൂടാതെ അത് ധ്യാനിക്കുന്നവരും പഠിക്കുന്നവരും സ്വായത്തമാക്കേണ്ട ജീവിതശൈലി, തന്നെത്താൻ താഴ്ത്തുന്ന ജീവിതശൈലി. തന്നെ വിൽപ്പന ചരക്കായി വിറ്റ് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ സഹോദരന്മാരോട് പ്രതികാരം ചെയ്യാതിരുന്ന യോസഫ്, പൊത്തിഫറിനോടോ അവൻ്റെ ഭാര്യയോടോ ഉചിതമായ സാഹചര്യം കിട്ടിയിട്ടും പ്രതികാരം ചെയ്യാതിരുന്ന യോസഫ്, പാനപാത്രവാഹകൻ തനിക്ക് നന്മ ലഭിച്ചപ്പോൾ തൻ്റെ സ്വപ്നം വിവർത്തനം ചെയ്തു കൊടുത്തവനെ മറന്നു പോയതിലുള്ള രോഷം കാണിക്കാത്ത യോസഫ് നമുക്ക് ഏവർക്കും ഒരു മാതൃക തന്നെയാണ്. അത് നമ്മുടെ ജീവിത ശൈലിയാക്കുവാൻ ശ്രമിക്കാം. തന്നെ തള്ളിപ്പറഞ്ഞവനായ പത്രോസിനോട് ക്ഷമിച്ചവനായ കർത്താവ്, തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ടും യൂദ ഇസ്കര്യോത്താവിൻ്റെ കാല് കഴുകിയനായ കർത്താവ്, ലാസന്റെ മരണത്തിൽ വിലപിക്കുന്നവരായ സഹോദരിമാരുടെ കരച്ചിൽ കണ്ട് സ്വയം കണ്ണുനീർ പൊഴിച്ചവനായ കർത്താവ്, എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് യാചിച്ചവനായ കള്ളനോട്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കും എന്ന് അരുളിച്ചെയ്തവനായ കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങൾ ഈ എളിയവരിൽ ഒരുവനോട് ചെയ്യുന്നതൊക്കെയും എനിക്കായി ചെയ്യുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. നാം നോമ്പ് നാളുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ വർജനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യപരിപാടിയല്ല. അതൊരു സാർത്ഥകമായ ജീവിതാനുഭവമാണ്. ജീവിതത്തെ ശരിയായ രീതിയിൽ അഭിമുഖീകരിക്കാനുള്ള ആത്മീയ പരിശീലനമാണ് നോമ്പനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കേണ്ടത്. ശരിയായ സൗഖ്യത്തിന് വേണ്ടി നാം ഏറ്റെടുക്കുന്ന മുറിവുകളാണ് നോമ്പിൻ്റെ അനുഭവങ്ങൾ. മനുഷ്യന്റെ അഹന്തയോ ശക്തിയോ അധികാരമോ അല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും മാനദണ്ഡം. പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ ക്രൂശും ഉയർത്തെഴുന്നേൽപ്പും
ജീവിതത്തിന്റെ കേന്ദ്രമായി തീരുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സാക്ഷ്യത്തിന്റെയും മാനദണ്ഡം. ലോകത്തിന്റെ അധികാരം പിടിച്ചടക്കി ലോകത്തെ നേടുവാനല്ല, തന്നെ തന്നെ പരമയാഗമായി സമർപ്പിച്ച് തന്റെ സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയും ലോകത്തെ വീണ്ടെടുക്കുന്ന ശൈലിയാണ് ക്രിസ്തുവിന്റെ ശൈലി. ഈ നോമ്പ് കാലയളവിൽ കർത്താവിന്റെ മനോഹരമായ മനോഭാവങ്ങളിലേക്കും ജീവിതശൈലിയിലേക്കും വളരുവാൻ നമുക്ക് സാധിക്കണം. ആയതിന് ഈ വർഷത്തെ നോമ്പും ധ്യാനവും പ്രാർത്ഥനയും നമ്മെ ഒരുക്കട്ടെ.